ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളുടെ ദുഷ്പ്രചരണം നടത്തിയെന്ന നടി ശ്വേതാ മേനോൻ ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കഴിഞ്ഞ 2 ഭരണസമിതിയുടെ മുഴുവൻ കണക്കുകളും സുതാര്യമായി പരിശോധിക്കണമെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്വേതാ മേനോന്റെ ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് പ്രതീക്ഷിച്ചു. വിശദമായി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഉള്ള ഒരു പ്രതികരണം വരുന്നത്. ഈ ഉയരുന്ന ആരോപണങ്ങളിൽ അത് കണക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില അട്ടിമറി നീക്കം തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അല്ലെങ്കിൽ തന്റെ പ്രസിഡന്റ് സ്ഥാനം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ തന്നെ താഴെ ഇറക്കാനൊക്കെ ശ്രമമുണ്ടായി എന്ന സൂചന, അത് സംഘടനയ്ക്ക് പുറത്തു നിന്നടക്കം ചില ആളുകളുടെ ശ്രമമുണ്ടായി എന്ന് പേരടക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണല്ലോ വന്നിരിക്കുന്നത്. ഗോകുൽ, ദിൽന, അമ്മയിലെ ചേരിപ്പോര് ഭിന്നിപ്പ് അത് കൂടുതൽ കടുക്കുകയാണെന്ന് പറയേണ്ടി വരും. ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് ഇതിനു മുൻപ് തന്നെ, അതായത് ഇറക്കുമതി ചെയ്തിട്ടുള്ള ചില കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ ഈ അമ്മയിലേക്ക് താൻ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ ക്രൈം നന്ദകുമാർ, അതുപോലെ തന്നെ മാർട്ടിൻ മേനാച്ചേരി എന്നിവരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. തുടങ്ങിയവരെ ഉപയോഗിച്ചുകൊണ്ട് ചില ദുഷ്പ്രചാരണങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ വ്യക്തിഹത്യ നടത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു. എന്നിട്ടും അമ്മയിൽ മത്സരിക്കുകയും വലിയ വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. പിന്നീടുള്ളത് കണക്കുകളിലെ ചില സുതാര്യത ഇല്ല എന്നുള്ളതും ഒപ്പം തന്നെ കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ വൈകി എന്നുള്ളതൊക്കെ ആയിരുന്നു ഈ ശ്വേതാ മേനോന്റെ ഭരണസമിതിക്കെതിരെയുള്ള പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ. അതിൽ ഇപ്പോഴത്തെ മാത്രമല്ല, അതിനു മുൻപുണ്ടായിരുന്ന ഭരണസമിതിയുടെയും മുഴുവൻ കണക്കുകളും സുതാര്യമായിട്ടും ഫോറൻസിക് ഓഡിറ്റ് നടത്തണം എന്നുള്ളത് ശ്വേതാ മേനോൻ ആവശ്യപ്പെടുന്നു. ഇനിയും താൻ പാവയാകാനില്ല എന്നുള്ളത് കൊണ്ടാണ് രാജിവെച്ചത്. പേടിച്ചിട്ടായിരുന്നില്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ പ്രകടനം ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായത് എന്നുള്ളതും പറയുകയാണ്. കഥകളൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പുറത്തുനിന്ന്, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവിടെ നടന്നിരുന്നു. ഒപ്പം അതിന് മുൻപുണ്ടായിരുന്ന ഭരണസമിതിയുടെ കണക്കുകളൊന്നും പരിശോധിപ്പിക്കാതിരിക്കാൻ വേണ്ടി വളരെ പ്രധാനമായിട്ടുള്ള ചില ശ്രമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ ഗൗരവമായി തന്നെ പറയുന്നത്. ഇപ്പോൾ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 26-ാം തീയതി വാർത്താ സമ്മേളനം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരെ പ്രതീക്ഷിക്കുന്നത്. അതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയവർ അവരുടെ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഈ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ഒക്കെ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് അത് കൂടുതൽ കടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ പുറത്തായിരുന്നു തങ്ങളെ പുറത്താക്കിയത് എന്നുള്ളത് സ്ഥാപിക്കുകയാണ്. പാവയാകാനില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇറങ്ങിയത്. ഒപ്പം തന്നെ അവർക്കെതിരെ വന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം അവർ രാഷ്ട്രീയമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. ഇതിൽ പറയുന്നുണ്ട്, താൻ BJPയുടെയോ അതുപോലെ തന്നെ CPMന്റെയോ ഭാഗമായി ഒരിക്കലും നിന്നിട്ടില്ല. തന്നെ ഒരിക്കലും അങ്ങനെ പൊതുസമൂഹം കാണാൻ കഴിയില്ല. കാരണം ഇത് ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തോ അല്ലെങ്കിൽ BJPയുടെ പരിപാടികളിലൊന്നും തന്നെ അമ്മ പ്രസിഡന്റ് ആവുന്നതിന് മുൻപോ ശേഷമോ താൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കൂടി പറയുകയാണ്. അപ്പോൾ അതിന്റെയൊക്കെ ഭാഗമാക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നു എന്നുള്ളത് തന്നെ പറയുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ശരി വിപിൻ, ഏതായാലും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും LDF ഭരിച്ച കേരള സർക്കാരിന്റെയും പല പരിപാടികളിലൊക്കെ ക്ഷണമുണ്ടായിരുന്നെങ്കിലും പങ്കെടുത്തില്ല. തന്നെ മേലൊരു രാഷ്ട്രീയ ചാപ്പയടിക്കാൻ ശ്രമിച്ചു എന്നത് കഴിഞ്ഞ ദിവസം യോഗത്തിലും ഈ ജനറൽ ബോഡിയിലടക്കം ശ്വേത പറഞ്ഞതാണ്, മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും അവസാനം നിർത്തുന്നത് പിക്ചർ അബീബി ബാക്കി ഹേ. അപ്പോൾ ഇനിയും കാണും കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. അർദ്ധരാത്രിയിലെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനിക്കുന്നില്ല. ശ്വേതയുടെ വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങളെന്ന് ഉറപ്പാണ്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.